ഹലോ ഫ്രണ്ട്സ്, ജപ്പാനിലെ ഒരു 1 BHK അപ്പാർട്ട്മെന്റിലെ ഒരു കുഞ്ഞു കിച്ചണിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എൻ്റെ ചിക്കൻ കറി ഒരു പാത്രത്തിൽ തിളച്ച് പാകമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചിക്കൻ കറിയിൽ നിന്നും വരുന്ന ഗന്ധം എക്സോസ്റ്റ് ഫാനിന് പോലും കൊടുക്കാതെ സ്വന്തമായി ആവാഹിച്ചെടുത്ത് ചിക്കൻ കറിയെ അക്ഷമയോടെ നോക്കി നിൽക്കുന്ന എൻ്റെ ഈ സുഹൃത്തിൻ്റെ പേരാണ് മിസ്റ്റർ കുവാഹാര. ഇന്ത്യയിൽ ഇതുവരെ കാലുകുത്തിയിട്ടില്ലാത്ത എന്നാൽ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളെയും പ്രത്യേകിച്ച് കേരള ഭക്ഷണത്തെയും വളരെയധികം സ്നേഹിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത ഒന്ന് അറിയുന്നതിന് വേണ്ടി അദ്ദേഹം സഞ്ചരിച്ച വഴിയിലൂടെ കൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊന്ന് പോയിരുന്നു. ഒരു ഷെൽഫ് നിറയെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമുള്ള പാചകക്കുറിപ്പുകൾ അടങ്ങിയ വിവിധ വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങൾ. അതിൽ കേരളവും തമിഴ്നാടും കർണാടകവും എല്ലാം പെടുന്നുണ്ട്. ഈ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ആവശ്യമായ കുടംപുളി, വാളംപുളി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി തുടങ്ങി എല്ലാവിധം സ്പൈസുകളും വാങ്ങി വെക്കുകയും അവ ഉപയോഗിച്ച് സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്തു നോക്കുകയും അദ്ദേഹത്തിൻ്റെ ഹോബിയാണ്. എന്നാൽ മറ്റൊരു കാഴ്ചയാണ് എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കറിവേപ്പില. ജപ്പാനിൽ പൊതുവെ കാണപ്പെടാത്ത ഈ ഒരു ചെടി എവിടെ നിന്നോ സംഘടിപ്പിച്ച് വീടിനകത്ത് സ്വന്തമായി പരിപാലിപ്പിച്ച് ഒരു വലിയ ചെടിയാക്കി വളർത്തിയിരിക്കുന്നു. ഇനി നമുക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം. അവിടെ ചിക്കൻ കറി റെഡിയായതിനു ശേഷം അടുത്ത പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ചപ്പാത്തി സ്വന്തമായി വട്ടത്തിൽ പരത്തുക എന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയും പാകം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് മിസ്റ്റർ കുവാഹാര വീട്ടിൽ വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ ഒരു പാചകം ആരംഭിച്ചത്. പാചകത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതിലിടുന്ന ഓരോ പൊടിയുടെ അളവും അതെങ്ങനെയാണ് ഇടുന്നതെന്നും എങ്ങനെയാണ് ഇളക്കുന്നതെന്നു പോലും അദ്ദേഹം വീഡിയോ എടുത്തു വെച്ചിരുന്നു. കൂടെ നോട്ടുകളും ആഡ് ചെയ്യുന്നത് കാണാമായിരുന്നു. തുടക്കത്തിലെ ആ ഒരു ആവേശം അദ്ദേഹത്തിന് ഒടുക്കം വരെ നിലനിർത്താനായില്ല എന്ന് വേണമെങ്കിൽ പറയാം. 4 ചപ്പാത്തി പരത്തി തീർന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ക്ഷമയെല്ലാം നശിച്ചിരുന്നു. അതിനാൽ തന്നെ തുടക്കത്തിലെല്ലാവരും ഇങ്ങനെയാണെന്നും കുറേ നാളത്തെ പരിശീലനത്തിന് ശേഷമേ ഇത് വട്ടത്തിലായി വരികയുള്ളൂ എന്നും ഞാൻ എനിക്കറിയാവുന്ന ജാപ്പാനീസിലും അദ്ദേഹത്തിന് അറിയാവുന്ന ഇംഗ്ലീഷിലും പറഞ്ഞു നോക്കി. ഓരോ ചപ്പാത്തി ചുടുമ്പോഴും തനിക്ക് വിശപ്പ് വരാൻ തുടങ്ങിയെന്നും രാവിലെ ഒരു ബ്രെഡിൻ്റെ കഷ്ണം മാത്രമാണ് കഴിച്ചതെന്നും അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയെല്ലാം ചുട്ട് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും കൂട്ടി ഞങ്ങൾ ചപ്പാത്തി കഴിക്കാൻ ആരംഭിച്ചു. സാധാരണയായി ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം ഇന്ത്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാതെ കൈ മാത്രം ഉപയോഗിച്ചാണ് കഴിക്കാറ്. നമ്മളുണ്ടാക്കിയ ഭക്ഷണം മറ്റൊരാളുടെ മനസ്സും വയറും നിറയ്ക്കുമ്പോഴല്ലേ നമ്മുടെ മനസ്സും നിറയുന്നത്.